എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 5ാമത്തെ യൂണിറ്റ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന ഭാഗത്ത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ചെമ്പ് കമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. ഇങ്ങനെയുള്ള സർക്യൂട്ട് അറിയപ്പെടുന്നത് അടഞ്ഞ സർക്യൂട്ട് അഥവാ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ്. ചെമ്പ് കമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള സർക്യൂട്ട് അറിയപ്പെടുന്നത് അടഞ്ഞ സർക്യൂട്ട് അഥവാ ക്ലോസ്ഡ് സർക്യൂട്ട് എന്നാണ്. ചെമ്പ് കമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു. തുടർന്ന് ബൾബ് പ്രകാശിക്കുന്ന സർക്യൂട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിച്ഛേദിച്ചാൽ അങ്ങനെയുള്ള സർക്യൂട്ട് അറിയപ്പെടുന്നത് തുറന്ന സർക്യൂട്ട് അഥവാ ഓപ്പൺ സർക്യൂട്ട് എന്നാണ്. ചെമ്പ് കമ്പി, ബൾബ് എന്നിവ മുഖേന ടോർച്ച് സെല്ലിന്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന പാത ഒരുക്കുന്നു. തുടർന്ന് ബൾബ് പ്രകാശിക്കുന്ന സർക്യൂട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിച്ഛേദിച്ചാൽ അങ്ങനെയുള്ള സർക്യൂട്ട് അറിയപ്പെടുന്നത് തുറന്ന സർക്യൂട്ട് എന്നാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേര് ചാലകങ്ങൾ എന്നാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേര് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേര് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്ന പേര് ഇൻസുലേറ്റർ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്ന പേര് ഇൻസുലേറ്റർ. ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. അതായത് സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ ആ ഒരു സർക്യൂട്ട് പ്രവർത്തിക്കും. സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് പ്രവർത്തിക്കില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിച്ചാണ്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുക്കി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സേഫ്റ്റി ഫ്യൂസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്നത് MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഫ്യൂസിന് പകരമായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ്. വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുന്നത് വൈദ്യുതിയുടെ ഏത് ബന്ധം ഉപയോഗിച്ചാണ്? വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ്. വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുന്നത് വൈദ്യുതിയുടെ ഏത് ബന്ധം ഉപയോഗിച്ചാണ് എന്ന് ചോദിച്ചാൽ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയിട്ടാണ് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുന്നത്. വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ തുടങ്ങിയവ. വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ഫാൻ, വൈദ്യുത മോട്ടോർ എന്നിവ. വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ എന്നിവ. ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണകെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ്.
ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണകെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗിച്ച്. ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണകെട്ടി നിർത്തിയ ഊർജം ഉപയോഗിച്ചാണ്. ജലവൈദ്യുത നിലയങ്ങളിൽ ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിന്റെ പേര് പെൻസ്റ്റോക്ക് എന്നാണ്. ജലവൈദ്യുത നിലയങ്ങളിൽ ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിന്റെ പേര് പെൻസ്റ്റോക്ക് എന്നാണ്. ജലവൈദ്യുത നിലയങ്ങളിൽ ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിന്റെ പേര് പെൻസ്റ്റോക്ക് എന്നാണ്. വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എങ്ങനെ? ലോഡ് ഷെഡിംഗ് വഴിയും പവർ കട്ട് വഴിയുമാണ്. വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ലോഡ് ഷെഡിങ്ങിലൂടെയും പവർ കട്ടിലൂടെയുമാണ്. വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നങ്ങളുടെ എണ്ണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉപകരണത്തിന്റെ ഊർജക്ഷമതയെ സൂചിപ്പിക്കുന്നു. വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നങ്ങളുടെ എണ്ണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉപകരണത്തിന്റെ ഊർജക്ഷമത. വൈദ്യുതോപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നങ്ങളുടെ എണ്ണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉപകരണത്തിന്റെ ഊർജക്ഷമത. വൈദ്യുത ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ ഒന്ന് വായിച്ചു പോയാൽ മതി. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കുമ്പോൾ ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്. സ്വിച്ച് ഓഫാക്കാതെ പ്ലഗ് പിൻ ഊരുമ്പോൾ ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുമ്പോൾ ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്. സ്വിച്ച് ഓഫാക്കാതെ ബൾബ് മാറ്റിയിടാൻ ശ്രമിച്ചാലും ഈ ഒരു ഷോക്കടിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയം ഇടുക്കി വൈദ്യുത നിലയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയം ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയം ഇടുക്കി. ഇനി ഓരോ സാധനങ്ങളും അതിന്റെ സൂചകങ്ങളും അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പം ഇത് ഇന്നതാണ്, വൈദ്യുത സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈദ്യുത സെല്ല്, ബാറ്ററി, ബൾബ് പ്രകാശിക്കുന്ന നിലയിൽ, സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ, സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ, ബസർ, ഫ്യൂസ്, ചാലക കമ്പി എന്നിവയൊക്കെ അതിന്റെ ഉപയോഗവും അതിന്റെ റെപ്രസെന്റേഷനും പ്രതീകങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.